ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എണീറ്റ് വന്നതും ലിയോൻ്റെയും റോസിൻ്റെയും സീനാണിത്. രണ്ടുപേരും അടിപൊളി കളിയായിരുന്നു. അവിടെ നിന്ന് ഞാൻ മുടുക്കി വിട്ടപ്പോൾ രണ്ടും കൂടി സോഫയിൽ വന്നു. കളിക്കണ സ്പീഡിൽ ഫോണൊക്കെ നോണ്ടി യൂട്യൂബ് എടുത്തായി രണ്ടും കൂടി. അപ്പം ഞാൻ ഉണ്ടായിട്ടൊരു നിലവിളിക്കലിൽ രണ്ട് വഴിക്ക് പോയി. ലിയോ ആണെങ്കിൽ എവിടെ ഇരിക്കണോ, റോസി ആണെങ്കിൽ ആ ടേബിളിൻ്റെ അടിയിലും ഇരിക്കണം. കുറച്ച് നേരത്തിന് രണ്ടാളും സൈലൻ്റായി. പിന്നെ ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോയി. ബ്രഷൊക്കെ ചെയ്ത് മുഖമൊക്കെ കഴുകി ഇന്ന് ഞാൻ സമാധാനത്തിൽ ചെയ്യുകയാണ്. അല്ലെങ്കിൽ സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ ഹറി പറയേന്ന് ചെയ്യേണ്ടി വരും. മുഖമൊക്കെ തുടച്ച് കുറച്ച് തലയൊക്കെ ഒന്ന് ഫ്രഷാക്കായിട്ട് കെട്ടി അടുത്തത് ലിയോക്കും റോസിക്കും ഫുഡ് കൊടുക്കലാണ്. അങ്ങനെ ലിയോക്ക് പാലൊക്കെ കൊടുത്തപ്പം അവൻ പാല് കുടിച്ചിട്ട് പോയി. പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായപ്പം കൈയൊക്കെ കഴുകി ടേബിളിൽ വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും റോസി വന്നിട്ട് എന്താ അവിടെ ചെയ്യണമെന്ന് നോക്കുകയാണ്. ഞാൻ ആദ്യം ദോശ എടുത്തിട്ട് വേണ്ട വേണ്ടിട്ട് നൂൽപുട്ട് എടുത്തു. അപ്പോൾ നൂൽപുട്ടാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. സ്കൂളില്ലാത്തതുകൊണ്ട് ഞാനും ഐഷൂട്ടിയും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ടായിരുന്നു ഫുഡ് കഴിച്ചത്. പിന്നെ എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ട്. എന്താണെന്നറിയോ? ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഫോണോ ടി വിയോ ഇല്ലാണ്ട് ഫുഡ് ഇറങ്ങില്ല. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുമെങ്കിലും ഞാൻ അല്ലാത്ത സമയത്ത് മൊത്തം ടി വിയിലും ഫോണിലായിരിക്കും. പിന്നെ എനിക്ക് 2 ചീത്ത കിട്ടിയപ്പോൾ ഞാൻ ഫോൺ അവിടെ വെച്ച് വേഗം കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രമൊക്കെ അവിടെ കൊണ്ട് വെച്ചു. ഇന്നാണെങ്കിൽ വെളിയിൽ നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ ഇറങ്ങുമ്പം ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് വെളിയിലിറങ്ങാൻ സമയമില്ല. കാരണം മദ്രസയിൽ അരക്കൊല്ല പരീക്ഷയാണ്. അപ്പം അതിന് വേണ്ടി പഠിക്കണം. അങ്ങനെ കുറേ നേരം ഇരുന്ന് പഠിച്ചിട്ട് ഞാൻ കലണ്ടർ മേക്കിങ്ങും പിന്നെ ഡ്രോയിങ്സൊക്കെ ചെയ്തു. അപ്പോഴേക്കും ഉച്ചയായപ്പം അമ്മ ലഞ്ച് മന്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് പോകാനിറങ്ങി. കൊല്ലങ്കോട് ഇടച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ പോയാൽ പിന്നെ ഈ ഭംഗിയൊക്കെ മിസ് ചെയ്തിട്ട് വരാൻ പറ്റുമോ? അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോയി. ഇവിടെ ഫുൾ പച്ച വിരിച്ച പാടങ്ങളും ചാറ്റൽ മഴയും പിന്നെ പ്രകൃതി ഭംഗിയൊക്കെ ആണ്. പ്രകൃതി ഭംഗിയൊക്കെ നല്ല ഇഷ്ടമുള്ളവരും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇവിടെ മസ്റ്റായി വരണം. പിന്നെ ഈ വാട്ടർഫാൾസൊക്കെ ഇങ്ങനെ കാണുമ്പം നല്ല ക്ലിയർ ആയിട്ട് അതിൻ്റെ വാട്ടർഫാൾസ് വെള്ളം വീഴുന്നത് കാണാൻ പറ്റും. പക്ഷെ വീഡിയോയിൽ അത് നല്ലോണം കാണുന്നില്ല. ഇതാണ് പലകപ്പാണ്ടി വാട്ടർഫാൾസ്. ഇതിൻ്റെ അടുത്ത് തന്നെ കുറേ വാട്ടർഫാൾസ് ഉണ്ട്. ഇത് നമ്മളിവിടെ നിൽക്കുമ്പോൾ ആ വെള്ളം വീണ സൗണ്ട് കേൾക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ അടുത്തൊന്നും പോയില്ല. റോഡ് ഇടുങ്ങിയതും പിന്നെ നല്ല മഴയായതുകൊണ്ട് ഞങ്ങൾ അടുത്തൊന്നും പോയില്ല. പിന്നെ യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിശപ്പായിരിക്കും. അങ്ങനെ ഞാൻ ബിസ്ക്കറ്റൊക്കെ തിന്നിട്ടാണ് കാഴ്ചകളൊക്കെ കണ്ടത്. ഇവരുടെ ഗ്രാമം എന്ന് പറയണത് ഇതാണ്. ഇവരുടെ വീടൊക്കെ നല്ല കൊച്ചായിട്ടുള്ള വീടാണ്. ഹട്ടൊക്കെ ഇല്ലേ, ചാള ഹട്ട്, അങ്ങനെയൊക്കെ ഒരു വീടാണിത്. ഇവിടെ പശുവും ആടൊക്കെ വളർത്തുന്ന നല്ല ഗ്രാമീണ സ്ഥലമാണിത്. ഇവിടെ ചിലവിടെയൊക്കെ നല്ല അടിപൊളി ടെറസ് വീടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയി ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോണ പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. നല്ല വൈബുള്ള സ്ഥലം കണ്ടപ്പോൾ ഞങ്ങളവിടെ നിർത്തി ഒരു റീലൊക്കെ എടുത്തു. ഈ ഡാൻസ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഹൈറ ഡാൻസാണ്. അങ്ങനെ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പം ഇടയിൽ സ്ലിപ്പായിപ്പോയി. എന്നാലും ഞാൻ നന്നായി സൂപ്പറായി കളിച്ച് ഒപ്പിച്ചു. ഈ ലാസ്റ്റ് ഭാഗത്താണ് ഞാൻ വീഴാൻ പോയത്. പക്ഷെ അത് വീഡിയോ എടുത്തില്ല. പിന്നെ നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല തണുപ്പും ഒക്കെ ആയിട്ട് ഞാനും ഐഷുവും എല്ലാവരും അവിടെ ഇറങ്ങി നിന്ന് നല്ലോണം ഒന്ന് എൻജോയ് ചെയ്തു. നല്ല മഴ വരുന്നു എന്ന് കണ്ടപ്പം ഞങ്ങൾ വേഗം കാറിൽ കയറി. അവിടുത്തെ അമ്മൂമ്മമാർ എന്തോ പണിക്ക് പോയി വരികയാണ്. അവരുടെ വീടാണ് അവിടെ കാണുന്നത്. ഇവിടെ കുറേ മാവും തോട്ടങ്ങളാണ്. അതിൻ്റെ ചുറ്റും കമ്പിയിട്ടുണ്ട് ഷോക്ക് അടിക്കുന്നത്. ഇവിടെ നല്ല ആനശല്യമുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ആനയൊക്കെ ഇങ്ങനെ ഇടിച്ചിട്ടുണ്ടാവേണ്ടിട്ട് അവിടെ കമ്പി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് വീട്ടിലേക്ക് ഇറങ്ങി. എനിക്കിങ്ങനെ തല പുറത്തിട്ടിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. പക്ഷേ പലപ്പോഴും ഇവർ വിടാറില്ല. വണ്ടികളൊക്കെ വരുമ്പം ഇടിച്ചിട്ട് ഇതായാലും വേണ്ടിട്ട് എന്നെ വിടില്ല. പക്ഷേ ഈ ഏരിയയിൽ ഒരു വണ്ടി പോലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ കാര്യം അങ്ങോട്ട് സാധിച്ചു. പിന്നെ അങ്ങനെ വന്നത് നമ്മുടെ അയ്യപ്പേട്ടൻ്റെ കടയെത്തി.
വിനീത് ശ്രീനിവാസൻ ഫേമസ് ആക്കിയ ഹോട്ടലാണിത്. ഞാൻ 2 തവണ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങളതേ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല അടിപൊളി കള്ള് ഷോപ്പ് കണ്ടു. അപ്പോഴേക്കും ഇതേ കുടിലിടം എത്തി. കുടിലിടത്തേക്ക് ഞങ്ങളിങ്ങനെ ഇറങ്ങിയൊന്നുമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ എത്തി നോക്കിയിട്ട് വന്നു. സ്കൂളില്ലാത്തതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും കുടയും പിടിച്ചിട്ടായിരുന്നു ഇറങ്ങിയത്. അപ്പം ഞങ്ങളിനി തിരക്കില്ലാത്ത ദിവസം സമാധാനത്തിൽ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. ഇതാണ് കൊല്ലംകോട്ടിലെ ഗായത്രി പുഴ. കഴിഞ്ഞ മാസം വരെ വറ്റി വരണ്ട് കിടന്ന പുഴയാണ്. ഇന്നിതേ ഈ മാസത്തെ മഴയ്ക്ക് ഫുള്ള് നിറഞ്ഞു. നല്ല മഴയായതുകൊണ്ട് തന്നെ പുഴയിലൊക്കെ നല്ല കലങ്ങിയ വെള്ളമാണ്. ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ളൊരു തോട്. അതും മഴയായതുകൊണ്ട് നല്ല നിറഞ്ഞ് കവിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീടെത്താനായി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോവും എൻ്റെ വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം.